ഹായ് ഫ്രണ്ട്സ്, സനൂസ് വേൾഡിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്കിന്ന് ബീഫും നെയ്ച്ചോറും ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം ഒരു ഉരുളി എടുക്കുക. അതിലേക്ക് വെളുത്തുള്ളി, ചുവന്നുള്ളി, കറിവേപ്പില എല്ലാം ചേർത്ത് നന്നായി വഴറ്റുക. അതിന് ശേഷം ഉള്ളി നല്ലൊരു ഗ്ലാസ് കളറാവുന്ന വരെ ഒന്ന് ഇതാക്കിയെടുത്താൽ മതി. കുക്കറിൽ ബീഫ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് വെക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ അതിൽ മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ വറുത്ത് ചേർത്തിട്ടാണ് കുക്കറിലിട്ടിട്ട് കുഴച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കുന്നത്. അതിനുശേഷം ഈ ഉള്ളിയും മുളക് പൊടി അതൊക്കെ വാട്ടി അതിൽ മല്ലിപ്പൊടി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ചേർത്തിട്ട് ഈ വെന്തിരിക്കുന്ന ബീഫ് നമ്മളതിലേക്ക് മിക്സ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് കറിവേപ്പിലയൊക്കെ ഇട്ട് നന്നായി തിളച്ച് ആ മസാല അതിൽ മിക്സ് ആവുന്ന വരെ വെക്കും. അതിന് ശേഷം തേങ്ങാക്കൊത്തും കറിവേപ്പിലയും ചേർത്ത് അതിൻ്റെ മുകളിലൊന്ന് താളിച്ചെടുക്കും. ഇതെല്ലാം കഴിയുമ്പോൾ ബീഫ് കറി റെഡിയായി. ഇനി ബീഫ് നമുക്ക് ഒന്നുകൂടെ ഡ്രൈ ആക്കണമെങ്കിൽ ഡ്രൈ ആക്കി എടുക്കാം, ഓർത്തിട്ട് ഇഷ്ടം പോലെ. പിന്നെ അതിന് ശേഷം ഞാൻ നെയ്ച്ചോറുണ്ടാക്കി. സൺഡേയ്സിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് ഇവിടെ ഇടയ്ക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. മിക്ക സൺഡേയ്സിലും എന്താ വെച്ച് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് ചോദിച്ചിട്ട് കുട്ടികൾ വരും. അപ്പോൾ അവർക്ക് സ്പെഷ്യലായിട്ട് സൺഡേയ്സിൽ എന്തെങ്കിലും കഴിക്കാൻ വേണം. ഞാൻ ആ ബീഫ് കറി എടുത്തിട്ട് ഒന്നുകൂടെ ഡ്രൈ ആക്കി നല്ല റോസ്റ്റ് പോലെ ആക്കുകയാണ്. എനിക്ക് അങ്ങനെ കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. ചാറൊന്നും ഇല്ലാതെ നല്ല ഡ്രൈ ആക്കി ബീഫ് നല്ല മുരിഞ്ഞ് ഇത്തിരിയോടെ ഡാർക്ക് കളറായി അങ്ങനെ നമുക്ക് ഫുഡ് കഴിക്കാം. നെയ്ച്ചോറും ബീഫ് റോസ്റ്റും ബീഫ് കറിയും പരിപ്പ് കറിയും എല്ലാം ഉണ്ട്. ചോറെടുത്തു. അത് കഴിഞ്ഞ് അതിലേക്ക് കറികളൊക്കെ ഒഴിച്ച് കുഴച്ച് നല്ലൊരു പിടി പിടിക്കുക. നല്ല ടേസ്റ്റായിരിക്കും. അങ്ങനെ ഈ സൺഡേയ്സിലെ ഉച്ചക്കലത്തെ ഊണ് ഞങ്ങളുടെ ഇതായിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.